നിതിൻ അംബുജൻ ഇപ്പോൾ മണിപ്പൂരിലെ തൗബാലിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അവിടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കമാകാൻ പോവുകയാണ്. നിതിൻ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ താമസിച്ചാണല്ലോ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ആരംഭിക്കുകയാണോ നിതിൻ? ഉന്മേഷ്, അല്പസമയം തന്നെ രാഹുൽ ഗാന്ധി ഇംഫാലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വൈകാതെ തന്നെ തൗബാലിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. തൗബാലിലെ കോങ്ജാം യുദ്ധസ്മാരകത്തിൽ അവിടെ നിന്ന് രാഹുൽ ഗാന്ധി ഈ യാത്രയ്ക്ക് തുടക്കം കുറിക്കും. അതിനുശേഷം ഞാൻ നിൽക്കുന്ന തൗബാലിൽ പൊതുപരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് യാത്രയ്ക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഇപ്പോഴത്തെ യോഗം അല്പസമയത്തിന് തന്നെ ആരംഭിക്കും. ഇപ്പോൾ വേദിയിൽ ജയറാം രമേശ്, അതോടൊപ്പം തന്നെ ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലുള്ള മിക്ക നേതാക്കളും ഇവിടെയുണ്ട്. കൂടാതെ ഇന്ത്യ സഖ്യത്തിലെ സംസ്ഥാന ഘടകങ്ങളിലെ പല പ്രതിപക്ഷ പാർട്ടികളും ഇവിടെ വന്നിരിക്കുകയാണ്. CPI കൂടാതെ തൃണമൂൽ കോൺഗ്രസ്, NCP, ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം അടക്കമുള്ള പാർട്ടികളുടെ സംസ്ഥാന നേതാക്കൾ ഇന്നിപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും 6715 കിലോമീറ്റർ, 15 സംസ്ഥാനങ്ങൾ, 110 ജില്ലകൾ, 100 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുക, കോൺഗ്രസിന്റെ ഒരു ശ്രമം കൂടിയാണ് ഈ ഒരു യാത്രയിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും പദയാത്രയും അതോടൊപ്പം തന്നെ ബസ്സിലുമാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുക. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് സ്വാഭാവികമായിട്ടും മണിപ്പൂർ കലാപമടക്കമുള്ള വിവിധ വിഷയങ്ങൾ മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ആദ്യമായി എത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അതിനുശേഷം സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം എന്ത് സംസാരിക്കുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. മാത്രമല്ല വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വിഷയമെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് യാത്ര മുന്നോട്ട് പോവുക. ഇതൊരു തെരഞ്ഞെടുപ്പ് യാത്രയല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വരാനിരിക്കുന്ന ാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ ഒരു തിരിച്ചുവരവാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ട് 2024 ഒരു മികച്ച വിജയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളടക്കം നേടുക കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നു. കർണാടകയും തെലങ്കാനയും കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്തായാലും സംഘടനാപരമായും ഒരു തിരിച്ചുവരവ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇംഫാലിലായിരുന്നു പരിപാടി സംഘടിപ്പിക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിൽ പിന്നീട് അവിടെ അനുമതി നൽകാൻ സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. കാരണം ചുരുങ്ങിയ ആളുകൾ കൊണ്ട് മാത്രമേ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. പക്ഷേ തൗബാലിൽ അങ്ങനെയല്ല സാഹചര്യം. ഇപ്പോൾ ഇത് സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലത്താണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അടക്കം ചൂണ്ടിക്കാട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കനത്ത സുരക്ഷ ഈ രാഹുൽ ഗാന്ധി കടന്നു പോകുന്ന മേഖലകളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, നിതിൻ അംബുജൻ തൗബാലിലുണ്ട്. ഇംഫാലിൽ രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തൗബാലിലേക്ക് ഇനി രാഹുൽ ഗാന്ധി എത്തണം. അതിനുശേഷമായിരിക്കും ഈ യാത്രയ്ക്ക് തുടക്കമാകുക. രാഹുൽ ഗാന്ധി എത്തുമ്പോൾ നമ്മൾ വീണ്ടും ആ വാർത്തയിലേക്ക് പോകും.